ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ക്വിക്കായിട്ട് കുറച്ച് വാർത്തകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ ടയർ റീജിയനിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. മാപ്പിൽ ഞാൻ കാണിക്കുന്ന ഈ ലൊക്കേഷനിലാണ് ടയർ എന്ന് പറഞ്ഞ ഏരിയ. ആ ഏരിയയിലാണ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം ഇതൊരു കണ്ടിന്യൂസ് ഓപ്പറേഷനാണ്. അപ്പം ആ മേഖലയിൽ വാദി സബ്കിൻ എന്ന് പറഞ്ഞ ഏരിയയിലാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. വാദി സബ്കിൻ ശരിക്കും ഹെസ്ബുള്ള കമാൻഡറുകളെ തെരഞ്ഞു പിടിച്ച് ആക്രമണം നടത്തുന്ന ഒരു ശൈലിയാണ് ഇപ്പം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ അമേരിക്ക ഇറാനിയൻ ഫ്ലാഗുമായിട്ട് വന്ന കപ്പലുകൾ, ഇറാനിയൻ ഫ്ലാഗ് മാത്രമല്ല, ശരിക്കും ഇറാനിയൻ ഫ്ലാഗ് ഒന്നുമല്ല, ശരിക്കും ഇറാനിയൻ പോർട്ടിലേക്ക് അടുക്കാൻ ശ്രമിച്ച 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ 5 പേരെ കാണാനില്ല, 10 പേർക്ക് ഗുരുതരമായ പരിക്ക്. ഇതാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഏത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, ഇന്ത്യക്കാരൻ ഏത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വ്യക്തമല്ല. സെൻകോം പറഞ്ഞിരിക്കുന്നത് 2 vessels were disabled എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 കപ്പലുകളെ അവർ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. MT Sea-Star 3 എന്ന് പറഞ്ഞൊരു കപ്പൽ, MT സേവ്ദ എന്ന് പറഞ്ഞൊരു കപ്പൽ, ഈ 2 വെസലുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതായിട്ട് അമേരിക്കയുടെ സെൻകോം പറഞ്ഞിരിക്കുന്നത്. ഈ കപ്പലുകൾക്കെതിരെ നടത്തിയ ആക്രമണത്തിന്റെ സമയത്ത് ഇറാനും കൗണ്ടർ ഫെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി സെൻകോം തന്നെ കൺഫേം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ ഈവനിങ്, വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു കപ്പൽ, ബാർബഡോസിന് സ്വന്തമായിട്ടുള്ള ഒരു കപ്പൽ, ബാർബഡോസ് ഫ്ലാഗുമായിട്ട് വന്ന ഒരു കപ്പലിനെ IRGC സീസ് ചെയ്തെടുത്തിരിക്കുകയാണ്. അവർ ഇറാൻ്റെ പുതിയ നിയമം അനുസരിച്ച്, ഇറാൻ്റെ പുതിയ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കംപ്ലൈൻസസ് പാലിക്കാതെ വന്ന കപ്പലുകളാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇറാൻ ഈ കപ്പലിനെ പിടിച്ചെടുത്തിരിക്കുകയാണ്. അമേരിക്ക എത്ര തന്നെ യുദ്ധം വേണ്ട എന്ന് വെച്ചാലും ഈ യുദ്ധം ഒന്നുകൂടി തുടങ്ങി ശക്തമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തി ആരെങ്കിലും ഒരാൾ ക്ഷീണിക്കണം. അതൊന്നെങ്കിൽ ഇറാൻ ക്ഷീണിച്ചാലേ ഈ യുദ്ധം അവസാനിക്കൂ എന്നുള്ള മട്ടിലാണ് ഇതിൻ്റെ പോക്ക് ഇപ്പോൾ. കാരണം ഈ 40 ദിവസത്തെ അറ്റാക്ക് പോരാ, അതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇറാൻ മത്സരിച്ച് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന ഇറാനെ നമുക്ക് ഇതുവരെ കാണാൻ കഴിയുന്നില്ല. സോ അവർക്ക് ചോദിക്കാം, എന്തുകൊണ്ട് ഇപ്പോൾ ഇറാൻ വിട്ടുവീഴ്ച ചെയ്യണം, അങ്ങനെയും ചോദിക്കാമല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അമേരിക്ക ഒരു ഡോമിനൻ്റ് പവറായിട്ട് ഇറാൻ്റെ മുന്നിൽ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ കൂടുതൽ ശക്തമായ രീതിയിൽ അമേരിക്കയ്ക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ ഓരോ ദിവസവും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സാറ്റലൈറ്റ് ഇമേജറി വെച്ച് ട്രാക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് കാർഗ് ഐലൻഡിൽ ഓയിൽ സ്പിൽ ഔട്ട് ആവും. ഏതാണ്ട് 45 സ്ക്വയർ കിലോമീറ്ററിലേക്ക് ഈ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കടലിൽ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. ഇപ്പൊ റിപ്പോർട്ട് പ്രാഥമികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇറാന് സ്റ്റോറേജ് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഓവർഫ്ലോ ആയിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറെ കാലങ്ങൾ കൊണ്ട് തന്നെ അവിടെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും ഡാമേജസ് സംഭവിച്ചിട്ടുണ്ടാവാം, അതിലൂടെ ലീക്കായിട്ടുണ്ട്, അതിലൂടെ ഓയിൽ സ്പിൽ ഔട്ടായി അല്ലെങ്കിൽ ലീക്കായി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഇനി പർപ്പസ്ഫുള്ളി ഇറാൻ ചെയ്യുന്നതാണെന്നുള്ള വാർത്തകളും പലരും എഴുതി പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ കാർഗ് ഐലൻഡിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഒരു 45 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഈ എണ്ണ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, ക്രൂഡ് ഓയിൽ. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സൈനാണ്. ടൈം മാഗസിൻ ട്രംപിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ദ മാൻ ഹൂ മൂവ്സ് മാർക്കറ്റ്സ് വിത്ത് വേർഡ്സ്, വാക്കുകൾ കൊണ്ട് മാർക്കറ്റിനെ ചലിപ്പിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലാണ് ഈ വാർത്ത പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി പറഞ്ഞിരിക്കുന്നത് എവ്രി ടൈം ദർ ഇസ് എ സൊല്യൂഷൻ ഓൺ ദ ടേബിൾ, നമ്മൾ എപ്പോഴൊക്കെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ടേബിളിലേക്ക് എത്തുന്നോ അപ്പോഴൊക്കെ അമേരിക്ക മിലിറ്ററി അഗ്രസീവുമായിട്ട് വരികയാണ് എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ നടത്തിയ അറ്റാക്കിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. എത്ര പ്രഷർ ഇറാന്റെ മേളിൽ ഇട്ടാലും ഞങ്ങൾ റിമൈൻസ് ദ സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് അവർ പ്രഷറിന് ബോ ഡൗൺ ചെയ്യുന്ന ആൾക്കാരല്ല എന്നാണ് അബ്ബാസ് അരക്ചി പറഞ്ഞു വെക്കുന്നത്. സദൻ ഗാസയുടെ ഭാഗത്ത് ഇസ്രായേൽ ഒരു മിലിറ്ററി പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുകയാണ്. പെർമനന്റ് മിലിറ്ററി കമാൻഡ് പോസ്റ്റ് ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് വളരെ നിർണായകമായിട്ടുള്ള വാർത്തയാണ്. പൊതുവിൽ ഗാസയെക്കുറിച്ച് ആരും തന്നെ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ, സദൻ ഗാസയിൽ പെർമനന്റ് മിലിറ്ററി പോസ്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ബനി സുഹൈല സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മിലിറ്ററി ഔട്ട് പോസ്റ്റ്
IDF സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ ഇറാന്റെ IRGC കാത്തിരുന്നത് പോലെ, ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെ UAE മിസൈൽ വിടുകയാണ് ചെയ്തത്. 2 ബലിസ്റ്റിക് മിസൈലുകൾ, 4 UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഡ്രോൺ ആക്രമണങ്ങളാണ് UAE നടത്തിയത്. UAE വളരെ വ്യക്തമായി തന്നെ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിന്റെ ഡെബ്രി ഒക്കെ വന്ന് പതിച്ചതിൽ UAE-യിലെ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതായത് ഒരു അവസരം കാത്തിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു അവസരം വീണ് കിട്ടി കഴിഞ്ഞാൽ UAE-ക്ക് മേലെ ആക്രമണം നടത്താനാണ് ഇറാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. UAE-യെ ടാർഗറ്റ് ചെയ്യുന്ന ഇറാനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാണ്. ഇതേ അവസ്ഥയിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലുള്ള ബ്ലോക്കേഡ് തുടരുന്ന പക്ഷത്തിൽ എണ്ണവില പെർ ബാരലിന് $200 ടച്ച് ചെയ്യുമെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. IRGC കൃത്യമായിട്ട് അവരുടെ മാധ്യമങ്ങളിൽ അമേരിക്കയും UAE-യും ചേർത്തുള്ള വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കോൺഫ്ലിക്റ്റിന് കാരണം അമേരിക്കയും UAE-യുമാണ് എന്നുള്ള വാർത്തകളാണ് തസ്നീം ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറാൻ്റെ ഒഫീഷ്യൽ വാർത്താ ചാനൽ എന്നതിനെ വിളിക്കപ്പെടുന്ന പാർഷ്യൽ ഗവൺമെൻറ് ചാനലാണ്. UAE-യും അമേരിക്കയുമാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ ക്ലാഷിന് കാരണം എന്നുള്ള നിലയിലുള്ള വാർത്തകളാണ് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെയാണ് നെറേറ്റീവ് സൃഷ്ടിക്കുന്നത്. കാരണം അവർക്ക് നാളെ UAE-യെ ആക്രമിക്കാൻ ഒരു കാരണം, ഒരു റീസൺ, ഒരു ജസ്റ്റിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, അത്തരത്തിലുള്ള നെറേറ്റീവ്സ് ആണ് ഇറാൻ്റെ IRGC കൃത്യമായിട്ട് അവരുടെ പ്രൊപ്പഗണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു 1.5 ആഴ്ചയ്ക്ക് മുമ്പ് പബ്ലിഷ് ചെയ്ത ഒരു വാർത്തയാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ അമേരിക്കയുടെ എഫേർട്ടായിട്ടുള്ള ബ്ലോക്കേഡ്, അമേരിക്ക സൃഷ്ടിച്ചിരിക്കുന്ന ബ്ലോക്കേഡിനെ വീക്കൻ ചെയ്യുന്ന രീതിയിൽ പാകിസ്ഥാൻ പെരുമാറുന്നു എന്നുള്ള വാർത്ത ഇപ്പം ഒരു മാധ്യമം ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് പൊതുമേഖലയിലുള്ള പല മാധ്യമങ്ങളും ഈ വാർത്ത ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഒരു 1.5 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ പാകിസ്ഥാൻ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയെ വളരെ കൃത്യമായിട്ട് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ട്രംപിൻ്റെ അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം പോയപ്പോൾ ട്രംപ് ഇതിനെക്കുറിച്ച് പറഞ്ഞ വിഷയവും ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാർത്ത സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഓർമ്മയുണ്ടാവും ട്രംപ് എന്താണ് പറഞ്ഞെന്നുള്ളത്. ട്രംപ് പറഞ്ഞത് പാകിസ്ഥാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അസീം മുനീർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പാകിസ്ഥാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള തെളിവ് സഹിതമുള്ള റിപ്പോർട്ടിംഗാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യ നൈസിനൊരു പണി അമേരിക്കയെ കൊടുക്കുന്നു. സൗദി അറേബ്യയുടെ MBS മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കയിൽ വൈറ്റ് ഹൗസ് സന്ദർശിച്ച സമയത്ത് $1 ട്രില്യൺ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോമിസ് അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 600 ബില്യൺ ആദ്യം പ്രോമിസ് ചെയ്തു, പിന്നീട് അത് 1 ട്രില്യൺ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഇതുവരെ അമേരിക്കയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പൈസയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും സൗദി അറേബ്യ എടുത്തിട്ടില്ല. ചോദിച്ചപ്പോഴൊക്കെ പൈസയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഷോർട്ടേജ് ഉണ്ട്, ഒരു ഫണ്ട് കളക്ട് ചെയ്യുകയാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നേരെ മറിച്ച് ചൈനയിൽ 1 ട്രില്യൺ സൗദി അറേബ്യ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവർക്ക് വേണ്ട കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഓരോ രാജ്യങ്ങൾക്കും അതാത് രാജ്യങ്ങളുടെ രാജ്യ താല്പര്യങ്ങളുണ്ട്, അതിനനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുക. അപ്പോൾ അതായത് ഈ വാർത്ത ഇപ്പം ലൈം ലൈറ്റിൽ വരുന്നുണ്ട്. ചൈനയിൽ സൗദി അറേബ്യ നടത്തിയ 1 ട്രില്യൻ്റെ ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു വരും. അത് വരുമ്പോൾ തീർച്ചയായിട്ടും ട്രംപിന് അതൊരു ചങ്കിടിപ്പായിരിക്കും, ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ആ വാർത്ത ഇപ്പോൾ ലൈം ലൈറ്റിൽ വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ പ്രാഥമികമായിട്ടത് പറഞ്ഞതേ ഉള്ളൂ. വിത്തിൻ 1 വീക്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ചർച്ച ചെയ്യപ്പെടും. ഇപ്പം നിലവിൽ യുദ്ധവും എണ്ണവിലയും ഇത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക്കൽ ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങൾ കൂടുതലായിട്ട് ലൈം ലൈറ്റിൽ വരുന്നില്ല. ജസ്റ്റ് നിങ്ങളതൊന്നും ധരിപ്പിച്ചെന്നേ ഉള്ളൂ. അമേരിക്കയ്ക്ക് പ്രോമിസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ചൈനയിലേക്ക് ഫണ്ട് അയച്ചിരിക്കുകയാണ് MBS. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടൊരു ഗെയിം പ്ലേ ഉണ്ട്. ആ ഗെയിം പ്ലേ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ട്രംപ് കുറച്ചുകൂടെ മിഡിൽ ഈസ്റ്റിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റിനെ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, മിഡിൽ ഈസ്റ്റിലെ ചൈനയുടെ ഇൻഫ്ലുവൻസിനെയും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്രീസിൻ്റെ പോർട്ട്, ഗ്രീസിൻ്റെ റൂട്ട്, ഗ്രീസിൻ്റെ സീ റൂട്ട് എല്ലാം തന്നെ ഈ മെഡിറ്ററേനിയനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രീസ് ശരിക്കും ഒരു നിർണായക ചോക്ക് പോയിന്റ് ആണ്. അപ്പോൾ ആ പോയിന്റിൽ ഇന്ത്യ ഗ്രീസിൻ്റെ പോർട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇത് നമ്പർ 1 മാറ്റർ. ഇന്ത്യ ഏറ്റെടുക്കാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ആ പദ്ധതിയിൽ കൃത്യമായിട്ട് ഇറ്റലിയും ഗ്രീസും അതിൽ ഉൾപ്പെടും. അപ്പം ഗ്രീസിൻ്റെ പോർട്ട് ഏറ്റെടുക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. പക്ഷേ അതൊരു പിവറ്റൽ ഏരിയയാണ്. ആ ഏരിയ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ആ പോർട്ട് ഏറ്റെടുക്കുന്നതോടുകൂടി ഇന്ത്യയുടെ യൂറോപ്പിലേക്കുള്ള കടന്നുവരവായിട്ട് അതിനെ വിലയിരുത്താം. ജിയോ പൊളിറ്റിക്സിലെ ഇന്ത്യയുടെ വളരെ നിർണായകമായിട്ടുള്ളൊരു മൂവായിട്ട് നമുക്കിതിനെ കരുതാം. ഇപ്പോൾ ഗ്രീസിലെ പോർട്ട് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80% അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രീസ് പോർട്ടുമായിട്ട് നിലവിലെ കണക്ഷനിലുള്ള രാജ്യങ്ങൾ, ആ ഗ്രീസ് പോർട്ടിനെ ആശ്രയിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇറാനും അമേരിക്കയും തമ്മിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ
നിലനിൽക്കുന്ന ഒരു അൺസർട്ടനിറ്റി, പേർഷ്യൻ ഗൾഫ് മേഖലയിലും അതുപോലെ തന്നെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.